തിരിച്ചു വിളിക്കാം. വടിക്ക് വടിക്ക് ഡോക്ടർ വന്ദനദാസ് കൊലക്കേസിലെ പ്രീ ചാർജ് ഹിയറിങ്ങിന് വേണ്ടിയാണ് ഇന്ന് കോടതിയിൽ കേസ് പോസ്റ്റ് ചെയ്തിരുന്നത്. പ്രതിയെ ഇന്ന് കോടതിയിൽ നേരിട്ട് ഹാജരാക്കിയിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ തവണ പ്രതികളുടെ ഭാഗത്തു നിന്നും കോടതിയിൽ കേസിന്മേലുള്ള പ്രീ ചാർജ് ഹിയറിംഗ് മാറ്റിവെക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടൊരു ഹർജി ഫയൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഹർജിയിൽ അവർ ആവശ്യപ്പെട്ടിരുന്നത് സുപ്രീം കോടതിയിൽ ഒരു ജാമ്യാപേക്ഷ പരിഗണനയിൽ ഇരിക്കുന്നതായതുകൊണ്ട് ഈ കേസിലെ പ്രീ ചാർജ് ഹിയറിംഗ് മാറ്റണം എന്നൊരു ആവശ്യമാണ് ഉന്നയിച്ചിരുന്നത്. ഈ കേസിലെ പ്രോസിക്യൂഷൻ ഏജൻസി അതിന് ശക്തമായ തരത്തിലുള്ള ഒബ്ജക്ഷൻ കോടതി ഫയൽ ചെയ്തു, റിപ്പോർട്ട് ഫയൽ ചെയ്തു. അതിനുള്ള കാര്യങ്ങൾ കോടതി പറഞ്ഞു. ഇന്ന് പ്രതിഭാഗം ആവശ്യപ്പെട്ടത് കേസിലെ ഡിസ്ചാർജ് പെറ്റീഷൻ, പ്രതിയെ കേസിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് അവരൊരു ഹർജി ഫയൽ ചെയ്യുന്നു എന്നാണ് പറഞ്ഞത്. കോടതിയിൽ കേസ് പരിഗണന എടുക്കുന്ന സമയത്ത് ആ ഹർജി കോടതിയുടെ മുമ്പിൽ എത്തിയിരുന്നില്ല. സ്വാഭാവികമായും ഡിസ്ചാർജ് പെറ്റീഷനുമേലുള്ള വാദം കേൾക്കുന്നതിന് വേണ്ടിയും പ്രീ ചാർജ് ഹിയറിങ്ങും രണ്ടിനും കൂടി കേസ് 22-ാം തീയതിക്ക് പോസ്റ്റ് ചെയ്തിരിക്കുകയാണ്. അതിനിടയ്ക്ക് പ്രതിയുടെ അമ്മയുമായി സംസാരിക്കുവാൻ, അല്ലെങ്കിൽ പ്രതിയുടെ ബന്ധുക്കളുമായി സംസാരിക്കുവാൻ അനുവാദം നൽകണം എന്ന് പറഞ്ഞുകൊണ്ടൊരു ആവശ്യം അവർ ഉന്നയിച്ചിരുന്നു. ആ ആവശ്യത്തിൻ്റെ പുറത്ത് പ്രതിയുടെ അമ്മയുമായി മാത്രം 10 മിനിറ്റ് സംസാരിക്കാൻ കോടതി അനുവദിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് അതിനുള്ള സജ്ജീകരണങ്ങൾ പോലീസ് ഉദ്യോഗസ്ഥന്മാർ, എസ്കോർട്ട് പോലീസ് ഉദ്യോഗസ്ഥന്മാർ ചെയ്തു കൊടുത്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ 10 മിനിറ്റ് അവർ സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതാണ് ഇന്ന് കോടതിയിൽ നടന്നിട്ടുള്ളത്. അടുത്ത ദിവസം കോടതിയിൽ പ്രതിയെ നേരിട്ട് ഹാജരാക്കാൻ ഇതുവരെയും നിലവിൽ ഉത്തരവ് ഉണ്ടായിട്ടില്ല. പക്ഷേ എങ്കിലും ഡിസ്ചാർജ് പെറ്റീഷൻ മേലും അതേപോലെ തന്നെയുള്ള പ്രീ ചാർജ് ഹിയറിങ്ങും അടുത്ത 22-ാം തീയതി നടക്കും എന്നാണ്. അതെ, ഈ കേസിൽ പ്രോസിക്യൂഷൻ ഏജൻസി കണ്ടെത്തിയിട്ടുള്ള തെളിവുകൾ അയാൾക്ക് ബാധകമല്ല എന്നും ഡോക്ടർ വന്ദനാദാസിനെ അയാൾ കൊലപ്പെടുത്തിയിട്ടില്ല എന്നുള്ള അർത്ഥത്തിലാണ് ഡിസ്ചാർജ് പെറ്റീഷൻ ഫയൽ ചെയ്തു എന്നുള്ളതാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. കോപ്പി ഇപ്പോഴും നമുക്ക് ലഭിച്ചിട്ടില്ല. അവർ ഫയൽ ചെയ്യുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പ്രോസിക്യൂഷൻ സ്വാഭാവികമായി ശക്തമായി തന്നെ എതിർക്കും. കാരണം പ്രോസിക്യൂഷന് 136 സാക്ഷികൾ ഈ കേസിനകത്ത് പ്രോസിക്യൂഷൻ ഏജൻസി ഹാജരാക്കിയിട്ടുള്ള കുറ്റപത്രത്തിലുണ്ട്. 24 സാക്ഷികൾ സംഭവ സ്ഥലത്തുണ്ടായിരുന്നവരായിട്ടുണ്ട്. അവരുടെ എല്ലാ സ്റ്റേറ്റ്മെൻറ്റുകൾ കോടതിക്ക് മുമ്പാകെയുണ്ട്. ഡോക്ടർ വന്ദനാദാസിനെ അതിക്രൂരമായി കൊലപ്പെടുത്തിയതാണ് എന്നുള്ളതിന് ശക്തമായ തെളിവുകൾ സാക്ഷിമൊഴികൾ കൂടിയും രേഖാപരമായിട്ടും അതുപോലെ തന്നെയുള്ള മെറ്റീരിയൽ ഒബ്ജക്ട്സും കോടതിയിൽ പ്രോസിക്യൂഷൻ ഏജൻസി ഹാജരാക്കിയിട്ടുണ്ട്.